വൈറ്റ് ഹൗസിന്റെ ഭൂഗർഭ അറകളിൽ ഇപ്പോൾ അപായമണികൾ മുഴങ്ങുകയാണ്. ലോകം ഇന്നേവരെ കാണാത്ത ഏറ്റവും ഭീതിജനകമായ ആ അച്ചുതണ്ട് ഒടുവിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. അതെ, അമേരിക്കയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറാൻ രണ്ട് ആണവ രാക്ഷസന്മാർ കൈകോർക്കുമ്പോൾ കളി മാറുകയാണ്. ഇത് വെറുമൊരു അന്താരാഷ്ട്ര വാർത്തയല്ല, വരാനിരിക്കുന്ന ഒരു മഹാവിനാശത്തിന്റെ കൗണ്ട് ഡൗൺ ആണ്. ഭയപ്പെടണം, കാരണം ചരിത്രം അതിന്റെ ഏറ്റവും ക്രൂരമായ വഴിത്തിരിവിലാണ്. ലോകം പലതവണ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കി, ഉപരോധങ്ങളുടെ ചങ്ങലക്കണ്ണികൾ മുറുക്കി, ഭീഷണികൾ മുഴക്കി, സമ്മർദ്ദങ്ങളുടെ പരമാവധി കൊടുങ്കാറ്റുകൾ വിതച്ചു. പക്ഷേ പാശ്ചാത്യ ശക്തികളുടെ നെഞ്ചകം തകർത്തുകൊണ്ട് ആ രണ്ട് ആണവ ശക്തികൾ വീണ്ടും പരസ്യമായി കൈകോർക്കുകയാണ്. അതെ, ഉത്തര കൊറിയയും ചൈനയും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 105-ാം വാർഷിക വേളയിൽ ബീജിംഗിലെ ചെങ്കോട്ടയിലേക്ക് പ്യോങ്യാങ്ങിൽ നിന്നും കിം ജോങ് ഉൻ അയച്ച അരഹസ്യ സന്ദേശം വെറുമൊരു ആശംസയാണോ, അതോ അമേരിക്കൻ ആധിപത്യത്തിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന ഒരു യുദ്ധപ്രഖ്യാപനമാണോ? ഒരു വൻ വിജയവും ചരിത്രപരമായ അവസരവും എന്ന് കിം ഇതിനെ വിശേഷിപ്പിച്ചപ്പോൾ പെന്റഗണിലെ യുദ്ധമുറികളിൽ ഉറക്കം നഷ്ടപ്പെട്ട് ചുമ്മാതല്ല. എങ്ങനെയാണ് ലോകത്തെ വിറപ്പിക്കുന്ന ഈ സഖ്യം ഇത്രമേൽ ശക്തമായത്? ആരാണ് ഇതിന് വഴിമരുന്നിട്ടത്? അതിനുള്ള ഉത്തരം ചെന്നെത്തുന്നത് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റിലേക്കാണ്. നമുക്ക് ചരിത്രത്തിന്റെ താളുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പിന്നോട്ട് പോകാം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി. ഫയർ ആൻഡ് ഫ്യൂരി എന്നൊക്കെ പറഞ്ഞ് ഉത്തര കൊറിയയെ ചാരമാക്കുമെന്ന് ട്രംപ് ഭീഷണിയും മുഴക്കി. സിംഗപ്പൂരിലും ഹനോയിലും വെച്ച് കിം ജോങ് ഉന്നുമായി കെട്ടിപ്പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ട്രംപ് വിചാരിച്ചു താൻ ലോകം കീഴടക്കിയെന്ന്. ലവ് ലെറ്ററുകൾ കൈമാറി കിമ്മിനെ മെരുക്കാൻ നോക്കിയ ട്രംപിന്റെ ആ ബാലിശമായ വിദേശ നയത്തിന് ഇന്ന് ലോകം കൊടുക്കുന്നത് വമ്പൻ വിലയാണ്. ട്രംപിന്റെ നയതന്ത്ര അറിവില്ലായ്മയും അഹങ്കാരവും കിം ജോങ് ഉൻ എന്ന ഏകാധിപതിക്ക് നൽകിയത് അന്താരാഷ്ട്ര വേദിയിൽ വലിയൊരു അംഗീകാരമായിരുന്നു. ട്രംപിന്റെ ആ പരാജയ നാടകത്തിന് ശേഷം ഉത്തര കൊറിയ കൂടുതൽ അപകടകാരിയായി മാറി. ട്രംപ് ചൈനയുമായി ഒരു വശത്ത് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ മറുവശത്ത് കിം ജോങ് ഉന്നിനെ പൂർണ്ണമായും ചൈനയുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ട്രംപിന്റെ ഈ ഭീമാബദ്ധം ബീജിങ്ങും പ്യോങ്യോങ്ങും കൃത്യമായി ഉപയോഗിച്ചു. ഇന്ന് പാശ്ചാത്യ ശക്തികളുടെ സകല ഉപരോധങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഉത്തര കൊറിയയും ചൈനയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ലോകത്തെ ഒരു ആണവ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രംപ് വിതച്ചതിന്റെ ഫലമാണ് ഇന്ന് അമേരിക്ക കൊയ്യുന്നത്. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ആ റിപ്പോർട്ട് ശരിക്കും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്. സോഷ്യലിസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉത്തര കൊറിയ ചൈന ബന്ധം ഭാവിയിലും കൂടുതൽ വികസിപ്പിക്കുക എന്നത് ഉത്തര കൊറിയൻ സർക്കാരിന്റെ മാറ്റമില്ലാത്ത ഉറച്ച നിലപാടാണെന്നാണ് കിം വ്യക്തമാക്കുന്നത്. ദീർഘകാല ചരിത്രപരമായ വേരുകളുള്ള ഈ ബന്ധം രണ്ട് രാജ്യങ്ങളുടെയും ജനങ്ങളുടെ പൊതുസമ്പത്താണ്. പക്ഷേ ഇതിലും ഭീകരമായത് മറ്റൊന്നാണ്. അടുത്തിടെ നടന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഉച്ചകോടിക്ക് ശേഷം ഇരു രാജ്യങ്ങളും ഒരു ദൂരവ്യാപകമായ ബ്ലൂ പ്രിന്റ് രൂപീകരിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. എന്താണ് ഈ ബ്ലൂ പ്രിന്റ്? വെറും സാമ്പത്തിക ഇടപാടുകളാണോ? ഒരിക്കലുമല്ല. നയതന്ത്രം, സാമ്പത്തിക സഹകരണം എന്നതിലുപരി നിയമനിർവഹണം, സുരക്ഷ, സൈനിക സഹകരണം എന്നിവയിൽ കൂടുതൽ ഏകോപനം വേണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ടാണ് നിർദ്ദേശിച്ചത്. ചിന്തിച്ചു നോക്കൂ, ചൈനയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഉത്തര കൊറിയയുടെ മാരകമായ ആണവായുധ ശേഷിയും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ വിനാശകരമായ അവസ്ഥ എന്തായിരിക്കും? ഈ കഥ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ മാപ്പ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉത്തര കൊറിയ റഷ്യയുമായി സൈനിക ബന്ധം ഗണ്യമായി ശക്തമാക്കിയിട്ടുണ്ട്. ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിൽ ഉത്തര കൊറിയ ലക്ഷക്കണക്കിന് ആർട്ടിലറി ഷെല്ലുകളും മിസൈലുകളും സൈനിക സഹായവും നൽകിയതായി പാശ്ചാത്യ രാജ്യങ്ങൾ കൃത്യമായ തെളിവുകളോടെ ആരോപിക്കുന്നു. ഇതിന് പകരമായി റഷ്യ തങ്ങളുടെ അത്യാധുനിക ഉപഗ്രഹ മിസൈൽ സാങ്കേതിക വിദ്യകൾ ഉത്തര കൊറിയയ്ക്കും കൈമാറി. ഇതോടെ പരിഭ്രാന്തരായ അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഖ്യം ഉത്തര കൊറിയയ്ക്കെതിരെ കൂടുതൽ ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും ചെലുത്താൻ തുടങ്ങി. അമേരിക്കയും ദക്ഷിണ കൊറിയയും ഒക്കെ കൈകോർത്ത് പസഫിക്കിൽ സംയുക്ത യുദ്ധാഭ്യാസങ്ങൾ നടത്തുമ്പോൾ കിം ജോങ് ഉന്നിന് അന്താരാഷ്ട്ര ഒറ്റപ്പെടലിനെ മറികടക്കാൻ ചൈനയുടെ പിന്തുണ അത്യന്താപേക്ഷിതമായി മാറി. അവിടെയാണ് ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്ന ആ മാരകമായ ത്രികോണ സഖ്യം പൂർണ്ണമാകുന്നത്. സാമ്പത്തിക രംഗത്തേക്ക് വന്നാൽ ചൈനയാണ് ഉത്തര കൊറിയയുടെ ഒരേയൊരു ജീവനാഡി. ലോകം മുഴുവൻ ഉത്തര കൊറിയയെ ഒറ്റപ്പെടുത്തിയപ്പോഴും അവർ പട്ടിണി കിടന്ന് ചാകാത്തത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ദക്ഷിണ കൊറിയയുടെ സാമ്പത്തിക ധനകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ ഡാറ്റകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 2024 ഉത്തര കൊറിയയുടെ ആകെ വിദേശ വ്യാപാരത്തിന്റെ ഏകദേശം 98% നടന്നത് ഒരൊറ്റ രാജ്യമായിട്ടാണ്. അതാണ് ചൈന. ഭക്ഷ്യവസ്തുക്കൾ, ഇന്ധനം, വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ചൈനീസ് അതിർത്തി കടന്നാണ് ഉത്തര കൊറിയയിലേക്ക് ഒഴുകുന്നത്. ഉപരോധങ്ങളുടെ കാറ്റ് എത്ര കഠിനമായി വീശിയാലും ചൈന എന്ന ഈ വലിയ മതിൽ ഉള്ളിടത്തോളം കാലം കിം ജോങ് ഉന്നിനെ തൊടാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല.
ചൈനയുമായുള്ള ബന്ധം വഷളാകുന്നത് ഉത്തര കൊറിയയുടെ സമ്പദ്വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുമെന്ന് കിമ്മിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്ക് തങ്ങളുടെ വിദേശ നയത്തിൽ കിം 1-ാം സ്ഥാനം നൽകിയിരിക്കുന്നത്. എന്നാൽ ചൈന എന്തിനാണ് ഉത്തര കൊറിയയെ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് സംരക്ഷിക്കുന്നത്? അവിടെയാണ് ഭൂരാഷ്ട്രീയ തന്ത്രം. അമേരിക്കൻ സാന്നിധ്യം ശക്തമായി കൊറിയയ്ക്കും ജപ്പാനും ഇടയിൽ ഒരു ബഫർ സ്റ്റേറ്റ് അഥവാ പ്രതിരോധ മതിൽ എന്ന നിലയ്ക്കാണ് ചൈന ഉത്തര കൊറിയയെ കാണുന്നത്. ഉത്തര കൊറിയയിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായാൽ അല്ലെങ്കിൽ കിമ്മിന്റെ ഭരണം തകർന്നാൽ അമേരിക്കൻ സൈന്യം ചൈനീസ് അതിർത്തി വരെ നേരിട്ടെത്തുമെന്ന് ബീജിംഗ് കരുതുന്നു. ചൈനയുടെ സ്വന്തം സുരക്ഷയ്ക്ക് കിം ജോങ് ഉന്നിന്റെ ഭരണം നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. ഇന്തോ പസഫിക് മേഖലയിൽ അമേരിക്ക തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ക്വാഡ് സഖ്യവും ഓക്കസ് സഖ്യവും ശക്തമാക്കുമ്പോൾ അതിനെ തകർക്കാൻ ചൈന ഉപയോഗിക്കുന്ന തുറുപ്പുചീട്ടാണ് ഉത്തര കൊറിയ. അമേരിക്കയും ജപ്പാനും ദക്ഷിണ കൊറിയയും ചേരുന്ന ആ തന്ത്രപ്രധാന ത്രികോണത്തെ തകർക്കാൻ ചൈനയും ഉത്തര കൊറിയയും റഷ്യയും ചേരുന്ന ഈ പുതിയ ആണവ സഖ്യം കിഴക്കൻ ഏഷ്യയെ ഒരു വെടിമരുന്നിന്റെ പുരയാക്കി മാറ്റിയിരിക്കുകയാണ്. 1950കളിലെ കൊറിയൻ യുദ്ധകാലം മുതൽ തുടങ്ങിയതാണ് ഈ ചെങ്കൊടികളുടെ കൂട്ടുകെട്ട്. അന്ന് ഉത്തര കൊറിയയെ രക്ഷിക്കാൻ ലക്ഷക്കണക്കിന് ചൈനീസ് സൈനികരാണ് യുദ്ധകളത്തിൽ മരിച്ചു വീണത്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആശയപരമായ കമ്മ്യൂണിസ്റ്റ് സമയവും അമേരിക്കൻ വിരുദ്ധതയും ഈ ബന്ധത്തെ ഒരു വജ്രായുധമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് കിം ജോങ് ഉന്നിന്റെ ആണവ പരീക്ഷണങ്ങളും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കയുടെ ഏത് നഗരത്തെയും ചാരമാക്കാൻ ശേഷിയുള്ളതാണ്. ഇതിന് പിന്നിൽ ചൈനയുടെ നിശബ്ദമായ പിന്തുണയുണ്ടെന്നത് പരസ്യമായ രഹസ്യവുമാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇവർ തീർക്കുന്ന ഈ പ്രതിരോധ കോട്ട ലോകത്തെ സമാധാനത്തിലേക്കാണോ നയിക്കുന്നത്, അതോ കിഴക്കൻ ഏഷ്യയെ 3-ാം ലോക മഹായുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമാക്കാൻ പോകുന്നതാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. എന്തായാലും ഈ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കൂ. വാഷിംഗ്ടണിന്റെ അധികാര ഇടനാഴികളിൽ ഇപ്പോൾ വലിയ ഭീതിയാണ് എന്തായാലും ഡൊണാൾഡ് ട്രംപ് കാരണം ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ ചൈനയും ഉത്തര കൊറിയയും മുട്ടുമടക്കില്ല. മറിച്ച് കൂടുതൽ മാരകമായ ആണവ തന്ത്രങ്ങളുമായി അവർ മുന്നോട്ട് തന്നെ പോകും. വരും ദിവസങ്ങളിൽ ഏഷ്യൻ മണ്ണിൽ നിന്ന് ഉയരാൻ പോകുന്ന ആ മിസൈൽ പരീക്ഷണങ്ങൾ ആർക്ക് നേരെയുള്ള മുന്നറിയിപ്പാണ്? കണ്ടു തന്നെ അറിയാം. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.